ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. കറ്റത്തി കിളിക്കൂടിന്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മളെ സുധീഷ് തലേ ദിവസം ഹരീഷിനോടും അതുപോലെ തന്നെ നിധിയോടൊക്കെ ചെറിയ രീതിയിൽ വഴക്കൊക്കെ ഇട്ട് തലേ ദിവസം വീട്ടിലേക്ക് വന്നിട്ടൊന്നുമില്ല. വണ്ടിയിൽ കിടന്നുറങ്ങുകയായിരിക്കും എന്ന് ഇവർ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നികേഷ് വിളിച്ച് നോക്കുന്നുണ്ട്. ആദ്യം വിളിക്കുമ്പോൾ സുധീഷ് കോൾ എടുക്കില്ല, കോള് കട്ട് ചെയ്യും. വീണ്ടും ഒന്നും കൂടി ട്രൈ ചെയ്യുമ്പോൾ വിളിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്താന്നൊക്കെ ചോദിക്കുമ്പോൾ നേരെ നിധിയാണ് പിന്നെ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് സുധീഷ് എവിടെയാണ് ഉള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നലെ ഒരു ഓട്ടം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിലേക്ക് വരാൻ കഴിഞ്ഞില്ല. എനിക്കിങ്ങനെ ഉറക്കം വന്നപ്പോൾ ഞാൻ റോഡിൽ സൈഡാക്കി ഇവിടെ കിടക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇങ്ങ് വീട്ടിലേക്ക് വന്നുകൂടായിരുന്നു, ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നല്ലോ കിടക്കാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇപ്പോൾ തന്നെ വാ, വീട്ടിലേക്ക് അധികം താമസിക്കേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് നിധി. അങ്ങനെ നിധി വിളിച്ചപ്പോൾ നമ്മളെ സുധീഷിന് ചെറിയ രീതിയിൽ സന്തോഷമൊക്കെ ആയിട്ടോ. കാണാതായപ്പോൾ തിരക്കിയല്ലോ എന്നൊക്കെയുള്ള സന്തോഷമാണ്. അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ പാട്ടും പാടി ഇങ്ങനെ വരുമ്പോഴാണ് ചെറിയൊരു ആക്സിഡന്റ് സംഭവിക്കുന്നത്. സുധീഷിന്റെ കാറ് വേറൊരു സ്കൂട്ടറുമായിട്ട് ഇടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുധീഷ് വേഗം വണ്ടിയൊക്കെ നിർത്തി അയാളുമായിട്ട് സംസാരിക്കുക കേട്ടോ. സംസാരിച്ചപ്പോൾ സുധീഷിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ലാത്ത രീതിയിലാണ് പറയുന്നത്. പക്ഷെ അയാൾ പറയുന്നത് ഇയാൾ സ്പീഡിൽ വന്നിട്ട് ആണ് ഇടിച്ചതെന്ന് പറയുന്നുണ്ട്. പിന്നെ സുധീഷ് ഇൻഡിക്കേറ്റർ ഇട്ടില്ല എന്ന് പറയുന്നുണ്ട്. സുധീഷ് ആണെങ്കിൽ പറയുന്നുണ്ട് ഞാൻ വളവും തിരിവൊന്നും പോയിട്ടില്ലല്ലോ, ഞാൻ നേരെ പോകുമ്പോൾ പിന്നെ എന്തിനാ ഇൻഡിക്കേറ്റർ ഇടേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുന്നുണ്ട്. പിന്നെ അവിടെയുള്ള നാട്ടുകാരൊക്കെ കൂടി ഇടപെടുന്നുണ്ട്. ലാസ്റ്റ് അവർ വാക്ക് തർക്കമായപ്പോൾ സുധീഷ് അയാൾ അടിക്കുന്നുണ്ട് കേട്ടോ. കാരണം സുധീഷിന്റെ അച്ഛനെയൊക്കെ അയാൾ വിളിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇത് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കണം എന്നൊക്കെ ആരൊക്കെയോ അവിടുന്ന് അഭിപ്രായം പറയുമ്പോൾ ഈ ഇടിച്ചിട്ട ആൾ തന്നെ പറയുന്നുണ്ട് ആരും വിളിക്കേണ്ട, അത് ഞാൻ തന്നെ വിളിച്ച് സംസാരിച്ചോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ സുധീഷ് പറയുന്നുണ്ട് ആ വിളിക്കടാ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, കാണട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിളിച്ച് ഡാഡി എന്നൊക്കെ വിളിച്ചിട്ടാണ് ഇയാൾ കാര്യങ്ങൾ സംസാരിക്കുന്നത്. വിളിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് സുധീഷിന് കാര്യം മനസ്സിലായത്. സുധീഷ് ഇടിച്ചിട്ട ആള് SP-യുടെ മകനാണ് കേട്ടോ. അതോടുകൂടി സുധീഷിന് കാര്യം കിളി പോയ അവസ്ഥയായി. കാരണം കാര്യപ്പെട്ട ആൾ തന്നെയാണല്ലോ ആളിടിച്ചിട്ടത്. പോരാത്തതിന് ഒരു അടിയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും സുധീഷ് നേരെ പിന്നെ സ്റ്റേഷനിലേക്കാണ് വന്നിരുന്നത് കാണിക്കുന്നത്. പിന്നെ നമ്മളെ വീട്ടിലാണെങ്കിൽ സുഭാഷ് ഏട്ടൻ കടയിൽ പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടതെന്നൊക്കെ ഹരീഷിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നും ഈ പച്ചക്കറി തന്നെയല്ലേ, ഇന്നൊരു ദിവസം ചിക്കൻ എന്തെങ്കിലും ആക്കിക്കോളാം, നമുക്കിന്ന് ചിക്കൻ വാങ്ങാന്നൊക്കെ പറയുന്നുണ്ട് ഹരീഷ്. ആ സമയത്താണ് നമ്മളെ സുഭാഷ് ഏട്ടൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അതിനു മുൻപ് തന്നെ സുഭാഷ് ഏട്ടൻ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, സുധീഷിനെ കണ്ടില്ലല്ലോ, ഇതേ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. കറക്റ്റ് സമയത്താണ് സുധീഷിന്റെ ഫോണിന് കോൾ വരുന്നത്. 100 ആയുസാണല്ലോ എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. സുധീഷ് കാര്യം പറയുന്നുണ്ട് കേട്ടോ. ഏട്ടാ ഞാൻ പെട്ട് കിടക്കുകയാണ്, ഞാൻ ഇപ്പോൾ സ്റ്റേഷനിലാണ്, ഒരു ആക്സിഡന്റ് സംഭവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. എത്രയും പെട്ടെന്ന് സുഭാഷ് ഏട്ടൻ സ്റ്റേഷനിൽ വരണം എന്നും പറയുന്നുണ്ട്. അങ്ങനെ സുഭാഷ് ഏട്ടൻ ആകെ ടെൻഷനായി സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട് എന്നാൽ ഞാനും കൂടി വരാമെന്ന് പറയുന്നുണ്ട്. നികേഷും കൂടി പറയുന്നുണ്ട് ഞാൻ വരാമെന്ന്. പക്ഷേ അവർ സമ്മതിക്കുന്നില്ല കേട്ടോ. നിധിയൊക്കെ ആകെ പേടിച്ച് നിൽക്കുകയാണ് ഇത് കേട്ടതോട് കൂടിയിട്ട്. അങ്ങനെ സുഭാഷ് ഏട്ടനും ഹരീഷും കൂടി സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിലും പക്ഷെ ഒന്നും നടക്കുന്നില്ല. സുഭാഷ് ഏട്ടൻ ഭയങ്കരമായിട്ട് മാപ്പ് ചോദിക്കുന്നുണ്ട്. ഇടിച്ചിട്ട ആളോടും പറയുന്നുണ്ട് എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, എൻ്റെ അനിയന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എത്ര പറഞ്ഞിട്ടും ആരും ഒരു പൊടിക്ക് എടുക്കുന്നില്ല. സ്റ്റേഷനിൽ നിന്ന് ഇവർക്ക് ഭയങ്കരമായിട്ട് ചീത്ത കേൾക്കുകയാണ് ചെയ്യുന്നത്. സുധീഷ് ആണെങ്കിൽ ഒരുപാട് തവണ സത്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഞാനൊന്നും, എൻ്റെ ഭാഗത്ത് തെറ്റുകളൊന്നുമില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, അയാളാണ് ഇങ്ങോട്ട് ഇടിച്ച് കയറി വന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പക്ഷെ കാര്യങ്ങളൊന്നും ശരിയായിട്ട് നടക്കുന്നില്ല. കാരണം ഇവൻ്റെ മേൽ കൂടുതൽ കുറ്റങ്ങൾ ചുമത്തുന്നുണ്ട്. അവൻ SP-യുടെ മകനെ മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചു ഹെൽമെറ്റ് കൊണ്ടെന്നൊക്കെയാണ് കേട്ടോ ഇപ്പോൾ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെയാണ് FIR ഇടേണ്ടതെന്നും പറയുന്നുണ്ട്. എന്തായാലും മനഃപൂർവ്വം എന്തോ ഒരു ചതി നടക്കുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ. കാരണം അയാൾ ഒരു SP-യുടെ മകനായതുകൊണ്ട് തന്നെ ഈ കേസ് വെറുതെ വിടുന്നു തോന്നുന്നില്ല. അയാൾ പറയുന്നത് വെറുതെ വിട്ടാൽ ശരിയാവില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കും, എനിക്കറിയണം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്, എനിക്കറിയണം, ഞാൻ കാണും എന്തൊക്കെയാണ് ഇയാളെ ചെയ്യുന്നതെന്ന് ഞാൻ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് വാശിയായിട്ട് ഇടിച്ചിട്ട് ആൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തു പോകുന്നില്ല, അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. എത്ര പറഞ്ഞിട്ടും സുഭാഷ് ഏട്ടനും ഹരീഷും പറഞ്ഞിട്ടും ഈ കേസിന് യാതൊരുവിധ പിൻവലിച്ചിലും ഉണ്ടാവില്ല എന്ന് തന്നെയാട്ടോ പറയുന്നത്. പിന്നെ ഈ വണ്ടിയെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് സുധീഷിൻ്റെ അടുത്ത്. സുധീഷാണെങ്കിൽ പറയുന്നുണ്ട് അതെൻ്റെ സ്വന്തം വണ്ടിയല്ല, ട്രാവൽസിലത്തെ വണ്ടിയാണ്, അപ്പോൾ അവരെ വിളിക്കരുത്, അവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ പണി പോകുന്ന കേസാണ്, അതുകൊണ്ട് പറയരുത് എന്നൊക്കെ പറഞ്ഞ് കാല് പിടിക്കുന്ന പോലെ പോലീസിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും നീ നിൻ്റെ ഡ്രൈവർ നമ്പർ തരുന്നുണ്ടോ, അതായത് ഈ വണ്ടിയുടെ ഓണർ നമ്പർ തരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഭീഷണിപ്പെടുത്തി നമ്പറൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ
സുധീഷിൻ്റെ വണ്ടിയുടെ ഓണർ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് തോമസ് ചേട്ടൻ്റെ. അങ്ങനെ തോമസ് ചേട്ടനെ പോലീസ് വിളിക്കുന്നുണ്ട്. അങ്ങനെ തോമസ് ചേട്ടൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട്. സുഭാഷ് ചേട്ടനുമായിട്ട് പുറത്തുനിന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വഴി ഉണ്ടാക്കാം, ഞാനൊന്ന് പോയി സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ വളരെ മാന്യമായിട്ട് വന്നിട്ട് തോമസ് ചേട്ടൻ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴാണ് പോലീസിന് ചെറുതായിട്ടെങ്കിലും ഭയം ഉണ്ടാവുന്നത്. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ തോമസ് ചേട്ടനാണെങ്കിൽ പറയുന്നുണ്ട്, പൈസ കൊണ്ട് എന്തെങ്കിലും നമുക്ക് ചെയ്തിട്ട് ഈ കേസൊന്നും ഇല്ലാതാക്കാം, കാരണം ഇതൊരു ചെറിയ കേസാണ്, അപ്പോൾ ഇത് ഇത്രത്തോളം പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ചെറിയ കേസായിരുന്നു എന്ന് പോലീസും ആദ്യം പറഞ്ഞിരുന്നു. പക്ഷെ സുധീഷ് ഇങ്ങനെ ഇടിച്ചിട്ട് വീണ്ടും അടിച്ചതുകൊണ്ടൊക്കെയാണ് കേസ് ഇത്രയും വഷളായതെന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ പോലീസ് ഞാൻ ആലോചിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ തോമസ് ചേട്ടൻ പുറത്തേക്ക് പോകുന്നുണ്ട്. സുഭാഷ് ചേട്ടനും ഹരീഷും തോമസ് ചേട്ടനും എല്ലാവരും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ ഒരു കേസ് തന്ന ആളുണ്ടല്ലോ, SP-യുടെ മകൻ, അയാളാണെങ്കിൽ ഒരു പൊടിക്ക് ബാക്കോട്ട് നിൽക്കുന്നില്ല. അയാളാണെങ്കിൽ കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ പോലീസ് പറയുന്നത് അതിൻ്റെ ആവശ്യമില്ല, ഇതൊരു ചെറിയ കേസല്ലേ, പിന്നെ കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ പോലീസുകാർക്ക് തന്നെയായിരിക്കും പ്രശ്നം, ഇതിങ്ങനെ വളച്ചൊടിച്ചെന്ന് പറയും, അതുകൊണ്ട് വേണ്ട, നാണക്കേടായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് ഇവിടുന്ന് തന്നെ നമുക്ക് വിജയിച്ച് പോകുന്നതല്ലേ നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പരാതിക്കാരൻ പറയുന്നുണ്ട്, നക്കാപ്പിച്ച പൈസ കൊണ്ട് ഈ കേസ് സോൾവ് ആക്കാൻ എൻ്റെ ഡാഡി എന്തായാലും സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം പോലീസ് പറയുന്നുണ്ട്, നക്കാപ്പിച്ച പൈസയാക്കണ്ട, നമുക്ക് അത്യാവശ്യം പൈസ തന്നെ വാങ്ങിക്കാന്ന്. അങ്ങനെ എന്തായാലും ഒരു 50,000 രൂപ പിഴ അടയ്ക്കാനാണ് ആവശ്യപ്പെട്ടത്. ഇത് കേട്ടതോടുകൂടി ഇവരെല്ലാവരും ഞെട്ടുന്നുണ്ട്. ഇത്ര തുക ഇവർ പ്രതീക്ഷിച്ചില്ല. തോമസ് ചേട്ടനാണെങ്കിലും പറയുന്നുണ്ട്, ഇത്ര തുക വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അത്രയൊന്നും എൻ്റെ അടുത്ത് എടുക്കാനില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഇത്രയും തുക എടുക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഒരു വലിയ കാര്യം തന്നെയാണ്. ഹരീഷാണെങ്കിൽ അവൻ്റെ മുതലാളിയുടെ അടുത്ത് നിന്ന് ഒരു 15 വാങ്ങാം, ബാക്കി സുഭാഷ് ചേട്ടൻ്റെ കയ്യിൽ നിന്ന് എടുക്കാമെന്നും പറയുന്നുണ്ട്. ബാക്കി നമുക്ക് എന്തെങ്കിലും ചെയ്യുക, കുറച്ച് കാലതാമസം ചോദിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു പൈസ എടുക്കാൻ വേണ്ടിയിട്ട് ഹരീഷ് വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. വീട്ടിൽ പോയിട്ട് നിധിയോടും നികേഷിനോടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിധിയാണെങ്കിൽ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, ഞാൻ തരാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഹരീഷാണെങ്കിൽ അതൊന്നും വേണ്ട, ഇവിടെ ഉണ്ട്, അതുമായിട്ട് പോവാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പൈസയൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. പാവം നമ്മളെ നികേഷ് പോലും പറയുന്നുണ്ട് കേട്ടോ, എൻ്റെ കയ്യിൽ സുഭാഷ് ചേട്ടൻ തന്ന പൈസ ഞാൻ കൂട്ടി വെച്ചിട്ട് 1000 രൂപയായിട്ടുണ്ട്, അത് ഞാൻ വേണമെങ്കിൽ തരാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഹരീഷ് പറയുന്നുണ്ട്, അതൊന്നും വേണ്ട, എനിക്ക് എൻ്റെ മുതലാളിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, പിന്നെ ഇവിടുന്ന് സുഭാഷ് ചേട്ടനെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ മതിയാവും എന്ന് പറയുന്നുണ്ട്. പോകുന്ന വഴിയിൽ നിധി എനിക്കും കൂടി വരണം സ്റ്റേഷനിലേക്ക്, ഞാനും കൂടി വരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഹരീഷിൻ്റെ കൂടെ പോവുകയാണ് ചെയ്യുന്നത്. അവിടെ എത്തിയപ്പോൾ നമ്മളെ സുഭാഷ് ചേട്ടൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ നീ ഇങ്ങോട്ട് വന്നത്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ, എനിക്ക് വീട്ടിൽ നിന്നിട്ട് നിക്കപ്പുറത്ത് കിട്ടുന്നില്ല സുഭാഷ് ചേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ നമ്മളെ നിധി അങ്ങോട്ട് വരുന്നത്. അത് കണ്ടപ്പോൾ നമ്മളെ തോമസ് ചേട്ടൻ പറയുന്നുണ്ട്, ഓ നീ വന്നത് നന്നായി മോളെ, എന്തായാലും ഒരു സ്ത്രീയുടെ പ്രസൻസ് ഉള്ളത് നല്ലതാണ്, അപ്പോൾ കേസ് അത്ര വലിയ രീതിയിൽ മുന്നോട്ട് പോവില്ല, നിധി വന്നത് നന്നായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇപ്പോഴും അവർക്ക് പോലീസ് പറഞ്ഞ അത്രയും തുക കിട്ടിയിട്ടില്ല, ബാക്കി തുക നമുക്ക് കുറച്ച് കാലതാമസം ചോദിക്കാന്നൊക്കെയാണ് തോമസ് ചേട്ടൻ പറയുന്നത് കേട്ടോ. ഇപ്പം എന്തായാലും 25,000 രൂപ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ സുധീഷിൻ്റെ ബാഗിൽ 25,000 രൂപ കൂടി ഉണ്ട് എന്ന് ഹരീഷ് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി എടുത്ത് കൊടുക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, അത് അവൻ എന്തെങ്കിലും ആവശ്യത്തിന് വെച്ചതാണെങ്കിലോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ഹരീഷ് പറയുന്നത്, എല്ലാവരും ആവശ്യത്തിന് തന്നെ വെച്ച പൈസയാണല്ലോ, അപ്പം നമുക്കിപ്പോൾ കാര്യങ്ങളൊക്കെ നടത്തണ്ടേ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു വഴി നോക്കാമെന്ന് പറയുന്നുണ്ട്. തോമസ് ചേട്ടനാണെങ്കിൽ അതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, ആദ്യം നമുക്ക് സുധീഷിനെ പുറത്തിറക്കാം, എന്നിട്ട് ബാക്കി കാര്യം ആലോചിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് നമ്മളെ സുധീഷിനെ ലോക്കപ്പിൽ ഇട്ടത് കണ്ടത് കേട്ടോ. ഇത് കാണുമ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര സങ്കടവും, എന്തായാലും സുധീഷ് ലോക്കപ്പിലാവുമെന്ന് ഇവർ വിചാരിച്ചിട്ടില്ല. ലോക്കപ്പിൽ വെച്ച് സുധീഷിനെ കണ്ടപ്പോൾ നിധിക്കും ഭയങ്കരമായിട്ട് സങ്കടമായിട്ടോ, കാരണം നിധിയും കൂടി നിമിത്തമാണ് സുധീഷിനെ ഈ ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നത്. കാരണം തലേ ദിവസം നിധിയുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണല്ലോ സുധീഷ് പുറത്തു പോയി കിടക്കേണ്ടി വന്നത്. അപ്പം അതെന്തായാലും നമ്മളെ നിധിയെ കൂടി ബാധിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ സുധീഷിനെ കണ്ടപ്പോൾ നിധിക്കും ഭയങ്കരമായിട്ട് സങ്കടമായിട്ടോ. അപ്പോൾ എന്തായാലും നമ്മളെ സുധീഷിനെ ലോക്കപ്പിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമോ, അതോ നമ്മൾ ജാമ്യം കിട്ടാത്ത കേസായി തീരുമോ ഇല്ല എന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. എന്തായാലും ഇത് മനഃപൂർവ്വം ആരോ ചെയ്തതാണോ എന്ന് ചോദിച്ചാൽ അല്ല, കാരണം അയാളുമായിട്ട് മുൻപരിചയമൊന്നും സുധീഷിനില്ലല്ലോ. പക്ഷേ ഇങ്ങനെ പറ്റിയ സ്ഥിതിക്ക് കാര്യങ്ങൾ കുറച്ച് മനഃപൂർവ്വമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് കേസ് കൊടുത്ത ആൾ ശ്രമിക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം നമ്മളെ സുധീഷിനെ പുറത്തിറക്കാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെ. അപ്പം ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.